ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട പുതിയൊരു ഐറ്റമാണ് തണ്ണിമത്തൻ്റെ തോട്. തണ്ണിമത്തൻ്റെ തോട് കിട്ടിയാൽ കളയരുത് കേട്ടോ ആരും. കണ്ട പറണ്ടി, അതിനകത്തുള്ളത് നമ്മൾ കഴിച്ചതിന് ശേഷം പറണ്ടി നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ആകാം ഇനി ഇതിൻ്റെ പിറ ചുരണ്ടി കൊടുക്കണം. അപ്പോഴ് നമുക്കിന്ന് ഇത് തോരൻ വെച്ചാലോ. അങ്ങനെ ഇന്ന് കറണ്ട് വന്നും പോയി നിൽക്കുകയും അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ എല്ലാം കൂടെ അരയ്ക്കാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്തിരി തോന എടുത്ത് കേട്ടാ, കുറച്ച് ജീരകം, പിന്നെ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാർ എടുക്കട്ടെ. തോരൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടാ, എന്തേരാണെന്ന് നോക്കാം. അപ്പം എല്ലാം തോരൻ വയ്ക്കും കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ ചൊറിയണം, വെള്ളപ്പച്ച, പിന്നെ അതുപോലെ പെരയിടത്തിൽ കിടക്കണ എല്ലാം ഇപ്പോൾ തോരനായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൂച്ചെടി ഉണ്ടല്ലോ, പൂച്ചെടി മാത്രം ഒന്നും ചെയ്യണ്ട. പൂച്ചെടി അറിയാമായിരിക്കുമല്ലോ, അത് മാത്രം ആരും ഒന്നും ചെയ്യുന്നില്ല. അതിനെ മാത്രം വെറുതെ വിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോൾ അതും ഔഷധ ഗുണമുള്ളതെന്നും പറഞ്ഞ് തോരൻ. പക്ഷേ ഇതുണ്ടല്ലോ തണ്ണിമത്തൻ, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം മക്കളെ, സൂപ്പറാണ്. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം, കറക്കിയെടുക്കാം. തണ്ണിമത്തൻ തോട് ഇതാ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പറണ്ടി എടുക്കും കേട്ടോ. പക്ഷെ പറണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ സുഖമില്ലാത്തത് കൊണ്ട് അത് ഭയങ്കര പാടാണ്, അത് അരിഞ്ഞെടുക്കത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുക്കാം. ഭയങ്കരമായിട്ട് ചെത്തണ്ട കേട്ടോ, ചെറുതായിട്ട്. നമ്മൾ ഈ മാങ്ങയൊക്കെ ചെത്തൂലേ, ഉണ്ടോ അതേ കണക്ക് നമുക്ക് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. തിന്ന് നോക്കണം, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. കഴിച്ച് നോക്കണം മക്കളെ, അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ. ഇത് തൊലിക്ക് കട്ടിയാണല്ലോ, അപ്പോഴത്തേക്ക് കൈ സുഖമില്ലാത്തതാണ്. ഇല്ലെങ്കിൽ അല്ലാതെ ഞാൻ അരിഞ്ഞനെ, കൈ ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് പറ്റണില്ല. അത് തണ്ണിമത്തൻ കഴിച്ചിട്ട് അതിൻ്റെ തോട് കളയേ ചെയ്യരുത് കേട്ടാ. കണ്ട ഇപ്പം തണ്ണിമത്തനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. അത് ഒരു സാധനം കളണ്ട, ഈ തൊലി മാത്രത്തെ പോലെ അങ്ങ് കളഞ്ഞാൽ മതി. നിങ്ങൾ ഈ തണ്ണിമത്തൻ കഴിക്കുമ്പോഴേ അതിൻ്റെ അരി ഉണ്ടല്ലോ, അരി കളയില്ല, അരി ചവച്ചുടച്ച് കഴിക്കും. ഗുണമുള്ള സാധനമാണ്. നമ്മളങ്ങ് നട്ടാൽ ഇവിടെയൊന്നും ഉണ്ടാവില്ല ഇത്. അപ്പം ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ തോട് കളയണമല്ലോ, തോട് കളഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി അങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കാം. കണ്ടോ, ഭയങ്കരമായിട്ടിട്ട് കൊത്തയൊന്നും വേണ്ട. നമ്മൾ ഈ കുമ്പളങ്ങ തടിയങ്കയൊക്കെ തോരൻ വയ്ക്കൂലേ, വേണ്ട. ഇനി എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. തീരെ നൈസാക്കുകയും വേണ്ട, തിരിയൊന്നും.
ഇങ്ങനെ അരിഞ്ഞ് നമ്മുടെ തണ്ണിമത്തൻ തോരൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദാ ഒരു ചെറിയ സവാളയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ അരിഞ്ഞ് ദാ കണ്ട നല്ല തുറായിരിക്കുന്നു. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കണം. ചട്ടി അടുപ്പിൽ വെച്ച് അന്ന് ചട്ടി ചൂടാവട്ടെ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ്. ഇത് വെച്ച് നോക്കണം. ഒരു സവാള ഇട്ടൊരു ചെറിയ സവാള. അതിന് നേരത്തെ ഞാൻ അരച്ചെടുത്തായിരുന്നേ. ഇത് അരിയും മുമ്പ് അരച്ചെടുത്ത് എന്ന് പറഞ്ഞാൽ കറണ്ട് വന്നും പോയി നിൽക്കണം. നമ്മൾ സാധാ തോരത്തിന് അരയ്ക്കും കണക്ക് തന്നെ വെളുത്തുള്ളിയും ജീരകവും കരിയപ്പലയും മഞ്ഞപ്പൊടിയും തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടാണ് അരച്ചിരിക്കണം. അപ്പോൾ ഈ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ച് ഇനി കടുകിടാം. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടട്ടു. കടുക് പൊട്ടണം. പൊട്ടി തെറക്കി ഇടും. ശകലം ഒന്ന് കടുക് വറുത്തിടുമ്പോഴത്തേക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ ഇടയ്ക്ക് വെക്കാറുണ്ട്. നല്ല രസമാണ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നല്ല ഈ എന്താ പറയുമല്ല കുമ്പളങ്ങി തടിയങ്കി അതൊക്കെ അങ്ങനെ തോരൻ വയ്ക്കുമല്ലോ, അതേ നല്ല ടേസ്റ്റാണത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് തട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉണ്ടല്ലോ കണ്ടോ. ഇത് വെള്ളം ഒഴിക്കരുത്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് ഇതിലോട്ട്. ഇത് വെള്ളമാണ്. ഇതിൽ വെള്ളം ഇറങ്ങും. തണ്ണിമത്തനെ വെള്ളമാണ്. ഇപ്പം ശകലം പോലും വെള്ളം ഒഴിക്കരുത്. അപ്പം ഇങ്ങനെ ഇട്ട് അതിന് ശേഷം നമുക്കിനി ഉപ്പൊഴിക്കാം. ഉപ്പ് ഞാൻ പൊടിയുപ്പ് ഇടൂല കേട്ടോ. പൊടിയുപ്പിലേ നമ്മൾ എത്ര പൊടിയുപ്പ് എങ്ങനെ എന്ത് ചെയ്താലും അതിൽ മണൽ കാണും. മണൽ അടിയിൽ കാണും. പൊടിയുപ്പ് കലക്കി വരും. അപ്പോൾ ഉപ്പൊഴിച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നീട് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഇളക്കി ഇടാം. ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അരപ്പും കൂടെ അങ്ങിട്ട് കൊടുക്കാം. താണ്ട അരപ്പിട്ട് ഇതിൻ്റെ കൂടെ അരപ്പും ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വേണ്ട ഇങ്ങനെ ആക്കിയിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതൊന്ന് അതിൽ സവാളയൊക്കെ നമ്മൾ ഇട്ടല്ലോ, അപ്പം അതൊന്ന് അതൊന്ന് റെഡി ആവട്ടെ. അപ്പം ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം.
നമ്മളെ തണ്ണിമത്തൻ തോരൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഒരു ശകലം എടുത്ത് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. ശകലം കഴിച്ചു നോക്കാം. നല്ല കടുമുട, ആ മസാലയുടെ ചുവയും പെരുംജീരകത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.